എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടും കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് എണ്ണയിലാണ് വറുത്തെടുക്കുന്നതെങ്കിലും ഇതിലേക്ക് ഒട്ടും എണ്ണ പിടിക്കില്ല. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഈ ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ഗോതമ്പ് മാവാണെങ്കിലും ഉപയോഗിക്കാം. ഗോതമ്പ് മാവ് ഉപയോഗിക്കുന്നതിനേക്കാൾ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ട് കിട്ടുന്നത് മൈദ ഉപയോഗിക്കുമ്പോഴാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 സ്പൂൺ എണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ബട്ടറോ നെയ്യോ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെണ്ണയും ഉപയോഗിക്കാം. മൈദയിലേക്ക് കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. കുഴച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, സവോള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടുകളെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചേർക്കുമ്പോൾ വേറെ വേറെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കൂട്ടുകളെല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെയൊക്കെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ വെജിറ്റബിളൊക്കെ യാതൊരു മടിയും കൂടാതെ കഴിക്കും. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഒരുപാടങ്ങ് വേവിച്ചെടുക്കുന്നില്ല. എണ്ണയിലിട്ട് വറക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഒന്ന് വെന്ത് വരും. അതുകൊണ്ടാണിത് അധികം വേവിച്ചെടുക്കാത്തത്. വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് റെഡിയാകുന്ന സമയമാകുമ്പോഴേക്ക് മൈദയുടെ ബോളൊന്ന് പരത്തിയെടുക്കാം. 7 ബോളാണ് ഈ ഒരളവിലെടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. കുറച്ച് മൈദ ഉപയോഗിച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. കട്ടി കുറച്ച് വേണം ഇത് പരത്തിയെടുക്കാൻ. എങ്കിൽ മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ഒരുവിധം ഷേപ്പിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. നല്ല ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റാത്തവർക്ക് ഒരു പാത്രം വെച്ച് കട്ട് ചെയ്ത് ഇത് നല്ല ഷേപ്പാക്കി എടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ബോളിൻ്റെ വലുപ്പത്തിലാണ് ഇവിടെ മൈദയുടെ ബോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് ഈ ഒരു കനത്തിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. വളരെ കനം കുറച്ചാണ് ഞാനിവിടെ ഇത് പരത്തിയെടുത്തിരിക്കുന്നത്. അതുപോലെ 3 ചപ്പാത്തി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് 3 എണ്ണം ഒന്നിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ സമയമായപ്പോഴേക്ക് വെജിറ്റബിളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആ വലിയ ചൂടൊന്ന് മാറിക്കിട്ടണം. നല്ല കളർഫുള്ളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ കുട്ടികൾക്കും കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചപ്പാത്തി പലകയുടെ മുകളിലായിട്ട് 3 ചപ്പാത്തിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷേപ്പില്ലാത്ത ഭാഗമൊക്കെ ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള അരികുള്ള പ്ലേറ്റ് വെച്ചും മുറിച്ചെടുക്കാം. ഇനി ഇത് ഒന്ന് 4ആയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി ഉണ്ടാക്കി വരുമ്പോൾ കാണാനൊരു ഭംഗി കിട്ടും. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇത് വേർപെടുത്തിയെടുക്കണം. മുറിച്ചെടുത്ത മൈദാ ഷീറ്റിൽ നിന്ന് 2 എണ്ണം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഫില്ലിങ് മാത്രമേ ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. 1 സ്പൂൺ വെജിറ്റബിൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെജിറ്റബിൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അരികൊന്നും നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ അരികൊക്കെ നന്നായിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകും. ഇതുപോലെ എല്ലാ ഭാഗവും ഒരേപോലെ പ്രസ് ചെയ്തെടുക്കണം. അരികെല്ലാം നന്നായിട്ട് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ വറക്കുന്ന സമയത്ത് ഈ അരിക് തുറന്ന് ഇതിൻ്റെ അകത്തേക്ക് എണ്ണ കയറും. ഇതിൻ്റെ അരികു ഭാഗം ഒന്ന് കൈകൊണ്ടുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ പെർഫെക്റ്റായിട്ട് കിട്ടും. ഇവിടെ ഒരു 5-6 എണ്ണം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി ചൂടായ എണ്ണയിലൊന്ന് വറുത്ത് കോരിയെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് വറക്കുന്നതിന് വേണ്ടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടുന്ന സമയത്ത് നല്ല ചൂട് വേണം. അതിനുശേഷം തീ ഒന്ന് കുറച്ചിടണം. എങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ.
ഇതുപോലെ ഉണ്ടാക്കുന്നതിന് പ്രത്യേകിച്ച് പേരുണ്ടോയെന്നൊന്നും അറിയില്ല. ഇത് ഞാൻ ഇടയ്ക്ക് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എൻ്റെ ഒരു സ്വന്തം ഐഡിയ വെച്ചിട്ടുണ്ടാക്കുന്ന ഐറ്റമാണിത്. ഉണ്ടാക്കി വരുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്. ഗോതമ്പ് പൊടി വെച്ചും ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. അത് ഇത്രയും ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടാറില്ല. ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ദോശക്കല്ലിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയും ഇത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബട്ടറോ നെയ്യോ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ ഈ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.